തിയോഫ്നി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തിയോഫ്നി, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ഇവിടെ പുതിയ കളിക്കളങ്ങൾ തുറക്കപ്പെടുകയാണ്. പുതിയ കളികൾ, പുതിയ കളിക്കാർ, പുതിയ ഉപമകൾ, പുതിയ കഥകൾ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ കടക്കും മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് വരുന്ന ആൻസ്ലിൻ പി ജെ ആൻഡ് ജിൽന ജിൻസൺ. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് ഇവരെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം. കാസർഗോഡ് കാഞ്ഞിരടുക്കം സെന്റ് ജോർജ് ചർച്ചിൽ നിന്ന് വരുന്ന ജെസ്സി ജോർജ് ആൻഡ് അനീറ്റ മരിയ ജോർജ്. നമുക്ക് അവരെ കൈയടിച്ച് നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. തൃശൂർ മറ്റം സെന്റ് തോമസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്ന ആൻ മേരി ജോഷി ആൻഡ് ജോസഫ് ജോഷി. നമുക്ക് അവരെ നമ്മുടെ ഗെയിമിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. ആൻമരി, ജോസഫ്, ജെസ്സി, അനീറ്റ മരിയ, ആൻസലിൻ, ജിൽന, എല്ലാവരെയും ഒരിക്കൽ കൂടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടാണ് വന്നേക്കണത്. എനിക്ക് എല്ലാവരെയും മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര ചിരിയുണ്ട്. ജിൽന ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. സന്തോഷമാണോ? തിയോഫ്നി ഗെയിം ഷോയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി പ്രിപ്പയർ ചെയ്താണ് വന്നേക്കണത്. ആണാ? നിങ്ങൾ ദൈവവചനമൊക്കെ വായിച്ചാണ് അല്ലെ? ആരെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സ് ആരെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾ കാറ്റീസം ടീച്ചേഴ്സ് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ പഠിക്കാനായിട്ട്? ആണോ? ഇല്ലേ, ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും പാരന്റ്സോ ആരെങ്കിലും പാരന്റ്സ് ഉണ്ടായിരുന്നു? ഓക്കെ. ജെസ്സി, ജെസ്സി, നിങ്ങള് പഠിച്ച ഒരു ദൈവവചനം പറയോ? ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചേറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹെബ്രായർ 4:12. ഓ, വെരി ഗുഡ്. നല്ലൊരു വചനമാണ് അല്ലെ? ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നതാണ്. അനീറ്റ, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19. യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആൻമരി, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതെന്നാണ് പഠിച്ചത്. ഓക്കെ. ജോസഫേ, രാജാവ് മറുപടി പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. ഓക്കെ, പറയൂ ജിൽന. ആരെങ്കിലും വന്ന് എന്റെ വാതിൽ തുറന്നാൽ അവന്റെ അടുത്തേക്ക് ഞാൻ പോകും. വെളിപാട് 3:20. ഓക്കെ. ആൻസലിൻ. മിത്രം എപ്പോഴും മിത്രം തന്നെ, ആപത്തിൽ പങ്കുചേരുവാൻ ജനിച്ചവനാണ് സഹോദരങ്ങൾ. സുഭാഷിതങ്ങൾ 17:17. സുഭാഷിതങ്ങൾ, പഴയ നിയമം. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വായിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? വെരി ഗുഡ്. ഒത്തിരി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഗെയിമിന്റെ പ്രത്യേകതയൊക്കെ എന്താണെന്നറിയില്ലേ നിങ്ങൾക്ക്? നമ്മൾ ഈ ഗെയിം എന്ന് പറയുന്നത് ഈശോയെ കുറിച്ച് അറിയാനും ബൈബിളിനെ കുറിച്ച് കൂടുതൽ കേൾക്കാനും ബൈബിളിലെ കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെയാണ് നമ്മൾ ഈ ഗെയിം എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കുന്നതോടൊപ്പം തന്നെ ഈ കളികളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈശോയെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും, ഈശോയെ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഇത്. നിങ്ങളുടെ ഈ ഗെയിം, നമ്മളുടെ ഈ തിയോഫ്നി ഗെയിം ഷോ കാണുന്ന ഓഡിയൻസിനും ആ അനുഭവം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടന്നാലോ? റെഡിയാണോ? റെഡി. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. നമ്മുടെ തിയോഫ്നി ഗെയിം ഷോ നമുക്ക് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ആദ്യത്തെ ലെവൽ നമ്മൾ ഒരു ക്ലൂ റൗണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? ക്ലൂ റൗണ്ട്. ക്ലൂ റൗണ്ട് ഒരുപക്ഷെ ഇതൊരു കഥാപാത്രത്തെ കുറിച്ചാവാം, ഇത് ബൈബിളിലെ ഏതെങ്കിലും ആളെ കുറിച്ചാവാം, അല്ലെങ്കിൽ സംഭവത്തെ കുറിച്ചാവാം, സ്ഥലത്തെ കുറിച്ചാവാം. അപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആ ആളെക്കുറിച്ച് ഒരു കാര്യം, അയാളുടെ പ്രത്യേകതയായിരിക്കും പറയണത്, അയാളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുന്നത്.
ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടിയ പോലെ തോന്നാം. ഉത്തരം കിട്ടിയാൽ നിങ്ങൾക്ക് കൈകൾ പൊക്കാം. പക്ഷെ നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരം ശരിയാണെന്ന്. കാരണം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചാൻസ് കിട്ടി, പിന്നെ നിങ്ങൾക്ക് ആ ഗെയിമിൽ നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് പിന്നെ ചാൻസ് കിട്ടില്ല. അപ്പോ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ. അത് പക്കയായിട്ട് കേട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആൻസർ പറയുക, അല്ലെങ്കിൽ അടുത്ത ക്ലൂ കേട്ടിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലൂ റൗണ്ട് ആണ് ആദ്യത്തെ റൗണ്ട്. നമുക്ക് റൗണ്ടിലേക്ക് പ്രവേശിക്കാം, ആദ്യത്തെ ലെവലിലേക്ക് പ്രവേശിക്കാം. റെഡിയാണോ? യെസ്. ക്ലൂ റൗണ്ടിൽ ആദ്യത്തെ ക്ലൂ, ഇസ്രായേലിലെ ഒരു പ്രവാചകനാണ് ഞാൻ. ഇസ്രായേലിലെ ഒരു പ്രവാചകനാണ് ഞാൻ. ബൈബിളിൽ കുറെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലേ? ഏതൊക്കെ പ്രവാചകനാണുള്ളത്? ഏശയ്യ, എസക്കിയേൽ, വേറെ ഏലിയ, വേറെ പ്രവാചകൻ നാഥാൻ പ്രവാചകൻ, അല്ലേ? നാഥാൻ പ്രവാചകൻ ഒരു രാജാവിനോട് പറഞ്ഞു ചെയ്യുന്നത് ശരിയല്ല എന്ന്. ഏത് രാജാവിനോടെന്നറിയോ? ഏത് രാജാവിനോട്? നമ്മളെ ഇസ്രായേൽ വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനും ശക്തനും സുന്ദരനുമായ രാജാവിനോട്, ദാവീദിനോട്. ഓക്കെ, നമുക്ക് ഏതായാലും ആദ്യത്തെ ക്ലൂ നമ്മ കുറെ പ്രവാചകന്മാരെ കുറിച്ച് കേട്ടു. ഓക്കെ, ഇസ്രായേലിലൊരു പ്രവാചകനാണ് ഇദ്ദേഹം ഞാൻ. രണ്ടാമത്തെ ക്ലൂവിലേക്ക് കിടക്കാം. ജോർദാൻ നദിയിൽ മേലങ്കി ചുരുട്ടി അടിച്ച് വെള്ളം ഇരുവശത്തേക്ക് മാറ്റിയ അത്ഭുതം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ജോർദാൻ നദിയിൽ മേലങ്കി ചുരുട്ടി അടിച്ച് വെള്ളം ഇരുവശത്തേക്കും മാറ്റിയ അത്ഭുതം ഞാൻ ചെയ്തിട്ടുണ്ട്. ഐഡിയ കിട്ടിയ ആർക്കെങ്കിലും? അടുത്ത ക്ലൂവിലേക്ക് പോവാം. ഒരു ചുഴലിക്കാറ്റിലൂടെ ഞാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എന്നിട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇങ്ങനൊരു പ്രവാചകൻ ഉണ്ടാ? ഒരു ചുഴലിക്കാറ്റിലൂടെ ഞാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. നാലാമത്തെ ക്ലൂ, കെരീത്ത് അരുവിക്ക് സമീപം ഞാൻ ഒളിച്ചു താമസിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം തന്നത് കാക്കകളാണ്. കാക്കകൾ ഭക്ഷണം കൊടുത്ത പ്രവാചകൻ, ഇസ്രായേലിലെ ശക്തനായ പ്രവാചകൻ, തീഷ്ണതയുള്ള പ്രവാചകൻ. എന്തെങ്കിലും കിട്ടിയില്ലേ? ഇത്രയും പറഞ്ഞിട്ടും കിട്ടിയില്ല. നിങ്ങൾ പഴയ നിയമം വായിച്ചിട്ടില്ലേ? ലാസ്റ്റത്തെ ക്ലൂ, അവസാനത്തെ ക്ലൂ, എന്റെ പിൻഗാമിയായി നിയമിച്ചത് എലീഷ പ്രവാചകനെയാണ്. ഉത്തരം കിട്ടിയിട്ടുള്ളവർക്ക് കൈവക്കാം, ഉത്തരം പറയാം. അവസാനത്തെ ക്ലൂ ആയിരുന്നു. പറഞ്ഞോ? മോശ പ്രവാചകനാണ്. ടീം സി യശയ്യല്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയല്ല. മോശ എന്തിനാണ് പ്രശസ്തൻ? മൂശയുടെ ധൈര്യത്തോടും ഏലിയായുടെ തീഷ്ണതയോടും കൂടെ കർത്താവേ എന്നെ നീ ശക്തിപ്പെടുത്തണം എന്നാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ബൈബിളിൽ പ്രാർത്ഥനയുണ്ട്. ബൈബിളിൽ പോയിട്ട് നമ്മളുടെ കുർബാനയിൽ ഇടയ്ക്ക് പ്രാർത്ഥനയുണ്ട്. അതേപോലെ ഈ നമ്മുടെ ഉത്തരം, ഈ പ്രവാചകൻ, ഇസ്രായേലി പ്രവാചകൻ എന്ന് പറഞ്ഞ ഉത്തരം ഏലിയ പ്രവാചകനാണ്. തീഷ്ണതയുള്ള ആള്, കാക്ക ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത ആള്, എലീശയുടെ മുൻഗാമിയായ പ്രവാചകൻ. തന്റെ തുണി കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ നദി രണ്ടായിട്ട് പിളർന്ന അത്ഭുതം പ്രവർത്തിച്ച ആ പ്രവാചകൻ, ഏലിയ പ്രവാചകനാണ് നമ്മുടെ ഉത്തരം. ഏതായാലും അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ആർക്കും തന്നെ പോയിന്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾ ശരിക്കും ശ്രമിക്കുക, അടുത്ത റൗണ്ടിൽ പോയിന്റ് നേടുക. ഫിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. ലെവൽ 2 നിങ്ങൾക്ക് മേശയുടെ അടുത്തേക്ക് വരാം, നിങ്ങൾ ടേബിളിന്റെ അടുത്തേക്ക് വരാം. ഇവിടെ കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്. വാക്കുകൾ, ഈ വാക്കുകൾ നമ്മുടെ ബൈബിളിലെ
ദൈവവചനത്തിന്റെ ഒരു ഭാഗമാണ്, ദൈവവചനത്തിന്റെ ഒരു കോട്ടിംഗ് ആണ്, ഒരു കൊട്ടേഷനാണ് നിങ്ങൾക്ക് കുറെ വാക്കുകളായിട്ട് തന്നിട്ടുള്ളത്. അത് POC ബൈബിളിലുള്ള അതേപോലെ നിങ്ങൾ അടക്കി അതേപോലെ വാക്കുകൾ ക്രമീകരിച്ച് എഴുതണം. അതിന്റെ ഓർഡർ ബൈബിളിൽ POC ബൈബിളിൽ ഉള്ള പോലെ തന്നെ ആയിരിക്കണം. വചനം ജസ്റ്റ് പറഞ്ഞാൽ ശരിയാവൂല. ആ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ വാക്കുകൾ വെച്ച് ആ വചനം പൂർത്തിയാക്കണം, ആ കൊട്ടേഷൻ പൂർത്തിയാക്കണം. അപ്പൊ നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ ബൈബിൾ വചനം വായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആ ടേബിളിൽ കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ? കിട്ടിയോ? എന്താ ഒരു ഉഷാറില്ലാത്ത? കിട്ടിയാ ആൻമരിയ? ജോസഫേ കിട്ടി? ഓക്കെ, നിങ്ങളുടെ ഈ ഗെയിം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കിട്ടുന്നത് 1 മിനിറ്റാണ്. ഈ 1 മിനിറ്റിനുള്ളിലാണ് നിങ്ങൾ ഈ വാക്കുകൾ അറേഞ്ച് ചെയ്യേണ്ടത്, POC ബൈബിളിൽ ഉള്ള പോലെ തന്നെ. റെഡിയാണോ? യെസ്. എങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാം എടുത്തോ, സമയം കിട്ടുമല്ലോ. 1 മിനിറ്റാണ് നിങ്ങൾക്കുള്ളതാകെ. പെട്ടെന്ന് വെച്ചാ? ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് വെച്ചു. ഓക്കെ, നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. നിങ്ങളുടെ വചനം എന്തായിരുന്നു സീമേ? നീ കർത്താവിൽ വാസമർപ്പിച്ചു, നിന്റെ കൂടാരത്തെ ഒരനർത്ഥവും സമീപിക്കുകയില്ല, നിനക്ക് തിന്മയും ആശ്രയിച്ച് നീ ഭവിക്കുകയുമില്ല. നമുക്ക് നോക്കാം, അത് എത്രാമത്തെ? 91-ാം സങ്കീർത്തനത്തിലെ വാചകമാണത് അല്ലേ? നോക്കാം നമുക്ക്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ എത്രയാണ്? 91-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന സങ്കീർത്തനമാണ്. കർത്താവിന്റെ സംരക്ഷണം എന്നും പറഞ്ഞാണ് അതിന്റെ ഹെഡിങ് തന്നെ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് അങ്ങനെ പോകുന്നു. കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരക അങ്ങനെ പോകുന്നു. അതിനകത്ത് 10-ാമത്തെ വാചകമാണ്. ഒന്ന് പറഞ്ഞേ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതങ്ങൾ നീ വാസമർപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. അറിയാമായിരുന്നു അല്ലേ? പിന്നെന്താ തെറ്റിപ്പോയത്? അത് കുഴപ്പമില്ല. ചീമ്പിയുടെ വചനം എന്തായിരുന്നു? കർത്താവേ കർത്താവേ എന്ന് എന്നോട് അപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മത്തായി 7:21. അതിന്റെ സന്ദർഭം അറിയാമോ? എപ്പോഴാണ് ഈശോ അത് പറയുന്നത്? അറിയോ? ഓർക്കുന്നില്ല. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക.
യെസ്, ശരി. ഓക്കെ, ടീം സി. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് നോക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് നോക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശരിയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ ടീം എക്ക് മാത്രമാണ് പോയിന്റ് കിട്ടാതെ ഇരിക്കുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിക്കണം കേട്ടാ. അപ്പോ കുറച്ചും കൂടെ ശ്രദ്ധയോടെ, കുറച്ചും കൂടെ ആവേശത്തോടെ അടുത്ത ലെവലുകളിൽ നമുക്ക് മത്സരിക്കാൻ, നമുക്ക് പോയിന്റ് നേടാം. ഓക്കെ, അപ്പോൾ ഈ ലെവൽ 2 അവസാനിക്കുമ്പോൾ ടീം ബിയും ടീം സിയുമാണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ടീം ബി എങ്ങനെ? ജെസി, നിങ്ങൾക്കൊക്കെ എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? ആൻമരിയ എത്രയാണ് പോയിന്റ്? 50 അല്ല, 70 പോയിന്റ്. ജെസി അല്ലേ? ടീം ബിയും ടീം സിയും ലെവൽ 2 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 70 പോയിന്റ് ആണ്. സൂപ്പർ. നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. എന്തൊക്കെയുണ്ട് ജെസി അവിടത്തെ വിശേഷങ്ങൾ? ജെസി, അനീറ്റ, നിങ്ങളുടെ സ്ഥലം ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ് ഭാഷ ഇപ്പൊ ഭയങ്കര സിനിമയിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ആണോ? നിങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ ഭാഷയിലൊന്നും അധികം പ്രത്യേകത കണ്ടില്ല. ജെസി എത്രയില്ല പഠിക്കുന്നത്? 9. സ്കൂളിന്റെ പേരെന്താണ്? ഹേഴ്സ്ലൈൻ. ഓക്കെ. അനീറ്റ 8ാം ക്ലാസ്സിലേക്ക് പബ്ലിക് സ്കൂൾ. ഈ സ്കൂൾ തന്നെ അല്ലേ? ഓക്കെ. അവിടെ എന്താണ് പ്രത്യേകത? ലാറ്റിൻ സിസ്റ്റേഴ്സ് നടത്തുന്നത്. നിങ്ങൾക്ക് ലാറ്റിൻ ഭാഷ അറിയാവോ? അതൊന്ന് പഠിപ്പിച്ചു തന്നല്ലേ? ഇല്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാ? ആണോ? ഓക്കെ. 8-ലല്ലേ അനീറ്റ? 8-ല്. ഓക്കെ. ആരാകാനാണ് ആഗ്രഹം ജെസി? ഞാൻ ഫാഷൻ ഡിസൈനർ. ഫാഷൻ ഡിസൈനർ. അമ്മോ, അവിടെ എനിക്ക് തോന്നുന്നത് കണ്ണൂരുണ്ടെന്ന് തോന്നുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്. എന്താ നിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അത് അവിടെ പഠിക്കാം. അതിനുവേണ്ടി വരയ്ക്കാറുണ്ടോ? വരയ്ക്കാറുണ്ട്. അനീറ്റ? ഒരു IAS ഓഫീസർ ആകാൻ ആഗ്രഹം. IAS ഓഫീസർ ആകാൻ. വെരി ഗുഡ്. എന്നിട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു നല്ലൊരു സർവീസ് ചെയ്യാനായിട്ട് അല്ലേ? വെരി ഗുഡ്. ഇപ്പോ പഠിക്കുന്ന സബ്ജക്റ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മാത്സ് ആണ്. ജെസിക്ക? ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഈശോ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ഏതാ? പ്രസംഗിക്കും. ആണോ? മറ്റുള്ളവരെ പ്രസംഗത്തിലൂടെ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ശ്രമിക്കും, പക്ഷെ അത്രത്തോളം. ജെസിയ? വരയ്ക്കലാണ് മെയിൻ ടാലന്റ്. ഇത് നിങ്ങള് അനിറ്റ അത് സാധിക്കും, മറ്റുള്ളവർക്ക് മാറ്റമുണ്ടാകുവാൻ. ഒരുപക്ഷെ IAS ഉപരി ദൈവത്തിന് വേണ്ടിയിട്ടുള്ള, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ടാണോ അനീറ്റേനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് അറിയാൻ പറ്റൂല. ഈ പ്രസംഗിക്കാനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ദൈവം ഈ കഴിവ് മോൾക്ക് തന്നിരിക്കുന്നത് അല്ലേ? ആണോ? അപ്പോ IAS ഓക്കെ, ഗുഡ്. ഒപ്പം ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാൾക്കാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ, അതിന് ദൈവത്തിന് നന്ദി പറയാ. ഈ കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ പറയുന്ന സ്വപ്നം, ഫാഷൻ ഡിസൈനർ, IAS ഓഫീസർ എന്നൊക്കെ പറഞ്ഞുള്ള സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് ദൈവം തരുന്ന ഈ കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എത്തേണ്ടത്. അത് ഉപയോഗിക്കണം, ഒത്തിരി ഉപയോഗിക്കണം. പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ, ജെസിയുടെയും അനീറ്റയുടെയും ഒരു പ്രസംഗം സബ്ജക്ട് എന്നാ പ്രസംഗിക്കോ? ഇവിടെ ഒരു സബ്ജക്ട് അറിയാം സ്കൂളിൽ ചെയ്തത് ഇംഗ്ലീഷാണ്. ഓക്കെ, അനീറ്റയുടെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. A very good afternoon to one and all. Today I would like to share my thoughts on the topic childhood.
As we all know, India is one among the 135 special nations in the world which has made education a fundamental right of every child. But today, I would like to highlight the plight of those unfortunate lords in our country who languished their childhood, laboring in searing temperatures on the streets and field amid the filthy thrashes in the smoldering brick kilns and the hazard fiber factories. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രസംഗത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വെർബൽ ലാംഗ്വേജ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ 20% മാത്രം. ബാക്കി 80% നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മളുടെ കണ്ണിന്റെ ആക്ഷൻ, നമ്മുടെ കൈകളുടെ ആക്ഷൻ, അതൊക്കെ മൂലമാണ്. നമ്മൾ പറയണത് ആക്ഷൻ ത്രൂ ജസ്റ്റേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. വെർബൽ മാത്രമല്ല, ആക്ഷൻ ത്രൂ ജസ്റ്റേഴ്സ്. അപ്പൊ അതിലൂടെയും നമ്മൾ കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പവർഫുൾ ആക്കണം. വെരി ഗുഡ്. എന്തായാലും ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ. നമുക്ക് അടുത്ത വിശേഷങ്ങൾ ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലാം. അതിനു മുമ്പ് നമ്മുടെ അടുത്ത ലെവലിലേക്ക് കടക്കാം. നമുക്ക് റെഡിയാണോ? പോയിന്റ് വേണ്ടേ? അൻസ പോയിന്റ് വേണ്ടേ? വേണം. ഓക്കെ, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. റോസറി നിങ്ങൾക്കെല്ലാം അറിയാമോ? ഓക്കെ, നിങ്ങളുടെ ടേബിളിനടുത്തേക്ക് വരാം. സോ റോസറി, ആദ്യത്തെ രഹസ്യം എന്താണ്? സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ഏതൊക്കെയാണ്? അറിയില്ലേ? സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ. ആദ്യത്തെ രഹസ്യം മംഗളവാർത്ത. രണ്ടാമത്തത് എലീശ ഗർഭിണിയായവരും കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് അവൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന മാതാവിന്റെ യാത്ര. മൂന്നാമത്തത് ഈശോയുടെ ജനനം, അല്ലെ? ബദ്ലഹേം നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് തൊഴുക്കൂട്ടിൽ കിടത്തിയ സംഭവം ധ്യാനിക്കാം. നാലാമത് ശുദ്ധീകരണത്തിന്റെ തിരുനാൾ വന്നപ്പോൾ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് ശിമയോന്റെ, അല്ലെ? ശിമയോൻ കണ്ട്, അല്ലെ? യേശുവിന്റെ നാമം ഏറ്റു പറഞ്ഞ ആ സംഭവം. അഞ്ചാമത്തത് ഈശോയ്ക്ക് 12 വയസ്സ് പ്രായമായിരിക്കുമ്പോൾ അവിടത്തെ കാണാതായി സംഭവം, അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് ഈ കൊന്ത, ഇത്രയും മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള ഈ കൊന്ത ഉണ്ടാക്കലാണ് നിങ്ങളുടെ ഈ ലെവലിലെ ടാസ്ക്. നിങ്ങളുടെ മുമ്പിൽ ഒരു ബോളുണ്ട്. ഈ ബോളില് വെള്ളമുത്തുണ്ട്. ഈ വെള്ളമുത്തിന്റെ ഇടയിൽ കൊന്ത കോർക്കാനുള്ള സ്പെഷ്യൽ മുത്തുകളുണ്ട്. അത് 10 മുത്തേ അതിനകത്തുള്ളൂ. ആ മുത്ത് എടുക്കുക. അവിടെ എണ്ണയിൽ മുങ്ങിയിരിക്കുന്ന ആ സൂചിയിൽ നൂല് കോർത്ത്, അത് ഊരിക്കളഞ്ഞിട്ട് വേണം കേട്ടോ. എണ്ണ ആ ഗ്യാപ്പില് എണ്ണ ഊരിക്കളഞ്ഞ് നൂല് കോർത്ത് ഒരാള് ഈ വെള്ളമുത്തുകളിൽ നിന്ന് എടുക്കുന്ന, അവിടെ കൊന്ത പണിയാനായിട്ട് വെച്ചിരിക്കുന്ന ആ മുത്തുകളെടുത്ത് കോർക്കുക, കൊന്ത ഉണ്ടാക്കുക. റെഡിയാണോ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? മദർ തെരേസ പോലും പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ആരെങ്കിലും നമ്മളോട് പറയണേ, നിങ്ങൾ എനിക്കൊരു പ്രാർത്ഥിക്കണോട്ടെ, എന്റെ ഈ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ അടുത്തൊക്കെ കുറെ പേര് വന്ന് പറയും. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥന ചെല്ലാനുള്ള ഒരു ആയുധമാണ് റോസറി, കൊന്ത. കൊന്ത ചൊല്ലുമ്പോൾ നമ്മളുടെ കൂടെ മാതാവും ഉണ്ടാവും. മാതാവിനോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര പവർഫുൾ ആയിരിക്കും, അല്ല? മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വന്നത്, അല്ലെ? അവര് ഈ ഈശോനെ പിടിച്ച് കുരിശിൽ തറച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാർക്കൊക്കെ പേടിയായി. അപ്പൊ ഈ പേടിച്ചരണ്ടു പോയ ശിഷ്യന്മാരെയൊക്കെ ഒന്നിച്ചു കൂട്ടിയത് മാതാവാണെന്ന് പറയുന്നത്. മാതാവിന്റെ ധൈര്യമായിരുന്നു. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൊന്ത ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മളുടെ ഗെയിമിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ കൊന്ത പണിയാനായിട്ട് കിട്ടുന്ന സമയം 1.5 മിനിറ്റ് ആണ്. ഈ 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കൊന്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊന്ത കെട്ടി ആ 10 മണിയും കോർത്ത് കെട്ടണം. ഓക്കെ, റെഡിയാണോ? ആർ യു റെഡി? റെഡിയാണോ? യെസ്. So your time starts now. വേഗം ഊതി പെട്ടെന്ന് ഇതാക്ക.
മറ്റുള്ളവരെ നോക്കണ്ട, നിങ്ങളുടെ കാര്യം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാം. പെട്ടെന്ന് 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 ജില്ല, കമോൺ കമോൺ. വേഗം വേഗം, ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുത്ത് നോക്കുക. യെസ് യെസ് യെസ്, കമോൺ കമോൺ. നിങ്ങൾക്ക് എല്ലാം കോർക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോർക്കുന്ന ടീം അംഗങ്ങളായിരിക്കും ഫസ്റ്റ് ആവുക. പെട്ടെന്ന് പെട്ടെന്ന്, സമയമുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന്, ഫാസ്റ്റ്. വേഗം വേഗം, 12 സെക്കൻഡ് മോ. Three, 2, 1. ശരിക്കും അത് ഇങ്ങനെ നമ്മൾക്ക് ആ എണ്ണയുടെ അംശമൊക്കെ സൂചി തപ്പിയൊക്കെ കളയണം. അപ്പോഴാണ് അതിന്റെ ഒരു ഈസി ആയിട്ട് പറ്റുള്ളായിരുന്നു. കുറച്ചുകൂടെ എണ്ണയെ പാടി നമ്മൾ കുറക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവണത്. എന്തായാലും ഞാൻ എത്ര എണ്ണം കോർത്തു? 4 എണ്ണം. ഒരെണ്ണം കോർക്കാൻ പറ്റുള്ളൂ. അത് ജിന്ന കൊറേ സമയം എടുത്ത് ഇങ്ങനെ നോക്കി 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 കൊറേ സമയം എടുത്ത് 5 എണ്ണം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കെട്ടാനുള്ള സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ എക്സ്പേർട്ട് അല്ലേ, ചെറിയ കൈകളാണ്. മുത്തുകളൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻസിൽ അല്ലേ, ആൻസിലിനെല്ലാം മുത്തുകളൊക്കെ 10 മുത്തും കിട്ടിയാ? 10 മുത്തൊക്കെ കിട്ടി. എനിവേ, നമ്മളുടെ ഈ ഗെയിം ഇവിടെ അവസാനിക്കുമ്പോൾ ടീം എ വിൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ് ടീം എ. ആൻസലിൻ, ജിന്ന. ഓ, ചിരി വന്ന്. ഇനി കൊന്ത പഠിക്കണോട്ടാ. കൊന്ത, എല്ലാ കൊന്തകളും പഠിക്കണം. കൊന്ത വെച്ച് നിങ്ങൾ പ്രാർത്ഥന ചെല്ലണം. കുടുംബ പ്രാർത്ഥന മാത്രമല്ല, ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കൊന്ത ചെല്ല. ഒരു രഹസ്യം, സന്തോഷത്തിന്റെ ഒരു രഹസ്യം, ആദ്യത്തെ രഹസ്യം വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. എങ്കിലും നിങ്ങൾ ആ പ്രാർത്ഥന നിങ്ങൾ അഭ്യസിക്കുക. ഒത്തിരി മാറ്റങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം വെച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന പെട്ടെന്ന് ഫലിക്കും. ഓക്കെ, അപ്പോൾ ടീമേ ഹാപ്പിയാണോ? പ്രതീക്ഷിച്ചതാണോ ഈ വിജയം? ഇല്ല, കൊന്ത പഠിക്കാണ്ട് കൊന്ത ഉണ്ടാക്കി അല്ലേ? പഠിക്കണോട്ടെ ഇനി. ഓക്കെ, സോ ടീം എ ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ, 3ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർ നേടുന്നത് എത്ര പോയിന്റാണ്? 90 പോയിന്റ്സ് ആണ് ടീം എക്ക് ലഭിക്കുന്നത്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ജില്ല, മാളയിലെ വിശേഷങ്ങൾ പറ. മാള പള്ളിപ്പുറം എന്തൊക്കെയാണ്? എത്രയിലാ പഠിക്കണ ജില്ല? 8ല്. ഏത് സ്കൂളില്? ഓക്കെ. എന്താണ് ജില്ലയ്ക്ക് ഈശോ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ്? മാതാവിന്റെ പോലെ പ്രാർത്ഥിക്കാനാണോ? ആണോ? പാട്ട് പാടോ? അടിപൊളി. ആൻസലിന് ദൈവം തന്നിട്ടുള്ള, ഈശോ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കഴിവ് ഏതാണ്? ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കാൻ തയ്യാറാണോ? ഉടുപ്പൊക്കെ വേണോ? അതല്ല. ഏത് ഡാൻസാണ്? വെസ്റ്റേൺ ഡാൻസ് ആണോ? ക്ലാസിക്കൽ ഡാൻസ്? ഭരതനാട്യമാണോ? ക്ലാസിക്കലും കളിക്കും, ഫ്യൂഷൻ എന്താ കളി? കണ്ടംപററി ഡാൻസ് കളി. ജില്ലയുടെ സ്വപ്നം എന്താണ്? ആരായി തീരണമെന്നാണ് ആഗ്രഹം? ടീച്ചർ. ടീച്ചർ. സിസ്റ്റർ ആയിട്ടുള്ള ടീച്ചറാണ്? സന്യാസി ആയിട്ടുള്ള ടീച്ചറാണ്?
അല്ല. ഓക്കെ, ആൻസലിൻ എനിക്കും ടീച്ചറായാൽ മതി. ഓക്കെ, അപ്പൊ മാളപ്പള്ളിപ്പുറത്ത് നിന്ന് നല്ല നല്ല 2 ടീച്ചേഴ്സ്, പിള്ളേരെ തല്ലാത്ത അല്ലെ ടീച്ചേഴ്സ് ഉണ്ടാവട്ടെ. അവരുടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ലെവലിലേക്ക് കടന്നാലോ? റെഡിയാണോ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. ഓക്കെ, ലെവൽ 4 ഒരു ആക്ഷൻ റൗണ്ടാണ്. ജംപ് ഷോട്ട്സ് എന്ന് പറഞ്ഞ കളി കളിച്ചിട്ടുണ്ട് നിങ്ങള്? സിനിമ പേര് വെച്ചിട്ട് ഒരാൾ ചെവിയിൽ പറയും, ആ പേര് ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ മറ്റേ ആൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇവിടെ സിനിമാ പേരല്ല, നമ്മൾ ബൈബിളിലെ കഥാപാത്രങ്ങളെയും കഥകളെയും സംഭവങ്ങളെയും സ്ഥലങ്ങളെയുമാണ് ഈ സിനിമാ പേരിന് പകരം വെച്ചിരിക്കുന്നത്. അത് ഈ ഇവിടെ തൊപ്പിയുണ്ട്, ഈ തൊപ്പിയുടെ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്, അത് മുമ്പിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ തൊപ്പി വെക്കുന്ന ആള് ഇവിടെ വരും, ഇവിടെ നിൽക്കും. നിങ്ങൾ ടീം മെമ്പർ ഈ പേര് കണ്ടിട്ട് ഇയാള് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം മറ്റേ ആൾക്ക്. അപ്പൊ അയാളത് പറയുകയും ചെയ്യണം. ഇയാൾക്ക്, ഈ തൊപ്പി വെക്കുന്ന ആൾക്ക് ഒരു ചോദ്യം ചോദിക്കാം ഗെയിം തുടങ്ങുന്നതിന് മുമ്പ്. ഇതൊരു സ്ഥലമാണോ, ആളാണോ, സംഭവമാണോ ചോദ്യം. അപ്പൊ അതിന് ഉത്തരം ഇയാൾക്ക് പറയാം. അതിന് മാത്രമേ പറയാൻ പാടുള്ളൂ. സംഭവമാണെങ്കിൽ സംഭവം, വ്യക്തിയാണെങ്കിൽ വ്യക്തി, ഇതൊരു സ്ഥലമാണെങ്കിൽ സ്ഥലം പറയാം. അതിനുശേഷം ഇയാള് സംസാരിക്കരുത്, വാ തുറക്കരുത്, അഭിനയിച്ചു കാണിക്കണം. ഓക്കെ, ഇയാൾക്ക് ചോദിക്കാം, ഇയാൾക്ക് അതെന്താ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ ചോദിക്കാം. അപ്പൊ ഇയാൾക്ക് അഭിനയിച്ചു കാണിക്കാം. നല്ലോണം അഭിനയിക്കണം. ഈ കഥാപാത്രത്തെ നല്ലോണം അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ അഭിനയിച്ച് നല്ലോണം കാണിക്കണം. മനസ്സിലായ? ചെറിയ രീതിയിൽ അഭിനയിച്ചാൽ പോരാ, ഇങ്ങനെ കാണിച്ചാൽ പോരാ, നടന്നും ഇരുന്നും ഒക്കെ അഭിനയിച്ച് കാണിക്കണം. മനസ്സിലായ? ഓക്കെ, നമുക്ക് തുടങ്ങാമെന്ന ആക്ഷൻ റൗണ്ട്. ഈ ആക്ഷൻ റൗണ്ട് നിങ്ങൾക്ക് ആക്ഷൻ ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് കിട്ടുന്ന സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അഭിനയിച്ച് പറയിപ്പിക്കണം. ഈ തൊപ്പി വെച്ച ആളെ കൊണ്ട് പേര് പറയിപ്പിക്കണം. റെഡിയാണോ? യെസ്. ഹിമേ, പ്ലീസ് കം. ഓക്കെ, ഇനി ആ ചോദ്യം ചോദിച്ചു. സ്ഥലമാണോ, വ്യക്തിയാണോ, സംഭവമാണോ? വ്യക്തി. ആൻസലിൻ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉറക്കെ ചോദിച്ചോ, ഇയാളുടെ മൈക്ക്. ഈശോ. ആ, പ്രാർത്ഥന. സ്നാനം. സ്നാനപ്പെടുത്തുന്നത്. ഓക്കെ. യേശുവിന്റെ സ്നാനം. ജ്ഞാനസ്നാനം. അതാ ജ്ഞാനസ്നാനം. അതാ ആരാണ് ചോദിക്കുന്നത്? സ്നാപക യോഹന്നാൻ. യോഹന്നാൻ. അഭിനയിച്ച് കാണിക്കുക അയാളാ. ആൻസലിന് അറിയാവുന്ന രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്ക്. കൊല്ലണം. പ്രാർത്ഥന. നീ അഭിനയിച്ച് കാണിക്കുക ആൻസലിൻ, അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. കൊല്ലണം. യാക്കോബ്. കാണിക്കുക. പറ്റും, കിട്ടും. ഓൾറെഡി ഉത്തരവൊക്കെ എടുത്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു തന്നിട്ട് അത് ഞാൻ നിന്നോട് പറഞ്ഞു. ഡാൻസ് ചെയ്ത് കാണിക്കുക. അവരെങ്ങനെയാണ്, ആരാണെന്ന് അറിയാവോ? ആരാണ് കാണിച്ചത്? അവള് കാണിച്ചു യേശുവിനെ സ്നാനപ്പെടുത്തിയ ആള് സ്നാപയോഹന്നാൻ. ആ സ്നാപയോഹന്നാന്റെ തല അർത്ഥം ആരാ? ഹെറോദേസാണ് അല്ലെ? രാജാവാണ് അർത്ഥത്. അതിന് കാരണക്കാരിയായതാണ്. അത് നീ ഡാൻസ് ചെയ്ത് കാണിക്കണ്ടേ? ഡാൻസ് ഒക്കെ ചെയ്ത് കാണിക്കണ്ടേ? എന്നിട്ട് പറയണം ഈ ഡാൻസ് മൂലമാണിത്. ഡാൻസ് ചെയ്ത് കാണിക്കാം. ഡാൻസാണ് അതിനകത്ത് മെയിൻ ഹൈലൈറ്റ്. ഈ ഡാൻസ് ഇഷ്ടപ്പെടുന്ന രാജാവാണ് ഉത്തരം പറയുന്നത്. മോളെ നിനക്ക് എന്ത് വേണം? രാജ്യത്തിന്റെ പകുതി വേണോ? അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഡാൻസ് ആയിരുന്നു. ആൻസലിന്റെ കഴിവ് കാണിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തി. കുഴപ്പമില്ല. ഓക്കെ, ടീം എ ചെല്ലു. ടീം ബി പ്ലീസ് കം. ടീം ബി ആരാണ് തൊപ്പി വെക്കാൻ പോണ? ഓക്കെ. ഓക്കെ, അനീറ്റയാണ് അപ്പൊ തൊപ്പി വെക്കാൻ പോകുന്നത്. വ്യക്തിയാണോ, സ്ഥലമാണോ, സംഭവമാണോ? വ്യക്തി. ഓക്കെ, വ്യക്തിയാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം നല്ലോണം അഭിനയിച്ച് കാണിക്കാം. കഥാപാത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഭിനയിച്ച് കാണിക്കാം. പെർഫെക്റ്റ് ആയിട്ട്. റെഡി? ജിസു റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു ആണ്, ഒരു കുഞ്ഞ്. കുഞ്ഞ് വലുതായി. ആ കുഞ്ഞിനെ സോളമൻ. ആ കുഞ്ഞിനെ ദൈവം അബ്രഹാം. ഇസഹാക്ക്. അബ്രാഹം ഗർഭം ധരിച്ചതാണ് ഇസഹാക്ക്. അബ്രാഹം അതുകൊള്ള അബ്രാഹത്തിന്റെ മകനാണ്. ബലി കഴിക്കാൻ ശ്രമിച്ചതാണ് അല്ലെ? ആരാണ് ബലി കഴിക്കാൻ നോക്കിയത്? ഇസഹാക്കിന് വേറെന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത്? അബ്രാഹത്തിന്റെ മകൻ എന്നുള്ള ക്വാളിറ്റി ഉണ്ട് അല്ലെ? അവരുടെ ഏറ്റവും അവസാന കാലത്തുണ്ടായ ഏറ്റവും സമർത്ഥനായ മകൻ. എല്ലാ ഇസ്രായേൽക്കാരുടെ അന്നത്തെ ഏറ്റവും ഗെയിമുകളിലൊക്കെ ഇയാളായിരുന്നു ഫസ്റ്റ് അടിച്ചിരുന്നത്. അത്ലറ്റിക്സിലും എല്ലാം വളരെ ഉഷാറായിട്ടുള്ള ഒരാളായിരുന്നു. വെരി ഗുഡ്. ടീം ബിക്ക് ചെല്ലാം. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ടീം സി റെഡിയാണോ? റെഡിയാണോ ജോസഫേ? ആൻമരിയ പ്ലീസ് കം. ആരാണ് തൊപ്പി വെക്കാൻ പോകുന്നത്? ജോസഫേ ഇങ്ങോട്ടും. കാണൂല്ല അല്ലേ? നീ ഏറ്റം കണ്ടിട്ട് നോക്കണ്ടായിരുന്നു. കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ ഫൈൻ, തിരിഞ്ഞോ. ഇനി ചോദിച്ചോ. വ്യക്തിയാണോ, സംഭവമാണോ, സ്ഥലമാണോ? വ്യക്തി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വീണ്ടും എലീശ. പരിശുദ്ധ കന്യകാമറിയം ഉണ്ണീശോയെ കയ്യിലെടുക്കുന്നു. ശിമേന്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. അലക്കി എന്നാണ് പറയണം. മാതാവ് ഗർഭിണിയായ സമയത്ത് അലക്കി അല്ല. ഉണ്ണീശോ കുതിരയാണ്. ദൈവത്തിന്റെ കരങ്ങളോട് ഉണ്ണീശോയെ സമർപ്പിക്കുന്നു. ഉണ്ണീശോയെ കാണാതാകുന്നു. എന്താ കാണിക്കണത്? ഒരു ഹെരോദോസ് ഉണ്ണീശോയനെ കൊല്ലാൻ വന്നപ്പോ മാധവ സേവിതവും കൂടെ ഉണ്ണീശോയനെ കൊണ്ടുപോകണം. ആരാണ് അതായത് മാതാവ്? ഏതൊക്കെ കഥാപാത്രങ്ങളെ പറഞ്ഞു? ഹെരോദേസ് ഉണ്ട്, ഉണ്ണീശോ ഉണ്ട്, ഔസേപിതാവുണ്ട്, മാതാവുണ്ട്. ഇതാരാണ്? ഹെരോദോസ്. ഹെരോദോസ്. ഓക്കെ. ഹെരോദോസിന് അത്രേ ഉള്ള. ഹെരോദോസ് ആരാണ്? രാജാവാണ്. അപ്പൊ രാജാവ് അഭിനയിച്ചു കാണിക്കണ്ടേ? രാജാവ് എങ്ങനെ അഭിനയിക്കാം? ഇതിങ്ങനെ അതിനെ കുതിര, അത് കുതിര പടയാളിയൊക്കെ വന്നത് അതിനകത്തല്ലേ? അത്
അതിങ്ങനെ വരാം. രാജാവ് വന്നത് ഈ ഇങ്ങനെ രാജാവ് വരുന്ന രീതി കൈയൊക്കെ മടക്കി അതൊരു അഭിനയിച്ച് കാണിക്കേണ്ടത് അല്ലേ? രാജാവാണ് അയാള്. പിന്നെ അയാള് കൽപ്പന പുറപ്പെടുവിച്ചു അല്ലേ? 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട്. അത് കാണിച്ച അലക്കലല്ലട്ടാ, കൊന്നതാണ്. മനസ്സിലായില്ലത്? പിന്നെ മാതാവ് ഗർഭിണിയായ സമയത്ത് അലക്കി അല്ല. ഓക്കെ, ഉത്തരം എന്തായാലും ശരിയാണ്. ഹെറോദേസ് ആണ്. ഹെറോദേസ് രാജാവ് കേട്ടാ. രാജാവിനെ കാണിക്കാൻ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് കാണിക്കണം. ഓക്കെ, താങ്ക് യു ടീം സി. ഓക്കെ, അപ്പോൾ ആക്ഷൻ റൗണ്ട് അവസാനിക്കുമ്പോൾ ടീമേ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പോയിന്റ് പറഞ്ഞൊക്കെ കിട്ടിയതാണ്. പക്ഷേ ആൻസറിന് അഭിനയിച്ചില്ല, ഡാൻസ് ഒക്കെ ചെയ്തില്ല. നോ പ്രോബ്ലം. ടീം ബി, ടീം സി. ഈ ലെവൽ അവസാനിക്കുമ്പോ ടീം സിയും ടീം ബിയുമാണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. സന്തോഷമായ അനീറ്റ, ജോസഫെ, ആൻമരിയ. ഓക്കെ, നിങ്ങൾക്ക് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണ് കിട്ടുന്നത് അറിയോ? 110. 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ 110. ടീം ബിയും ടീം സിയും 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 110 പോയിന്റ്സ് ആണ്. 110 പോയിന്റ്. സൂപ്പർ. അപ്പോൾ ടീം സി, ആൻമരിയ പറയൂ, വിശേഷങ്ങൾ പറയൂ. നിങ്ങളെ സുഖമായിട്ടിരിക്കുന്നു. എത്രയിലായി ഇപ്പോ? 8ലേക്ക് പാസ്സായി. 8ലേക്ക്. ജോസഫ് എത്രയിലായി ഇപ്പോ? 10ലേക്ക് പാസ്സായി. 10ലാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി ഈ 10 കൊല്ലം പഠിച്ചതിന്റെ എല്ലാത്തിന്റെയും ഒരു അവസാനത്തെ പരീക്ഷയാണ് ഇനി ഫേസ് ചെയ്യാൻ പോണം അല്ലേ? സൂപ്പറാക്കൂലേ? സൂപ്പറാക്കും അല്ലേ? മാർക്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവോ? അതൊന്നും പറയാൻ ഫുൾ എ പ്ലസ്. എന്നാലും അത് അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ദൈവവചനം പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എല്ലാം ചെയ്യാൻ സാധിക്കും. ജോസഫിന് എല്ലാം ചെയ്യാൻ സാധിക്കും. റാങ്കിൽ എല്ലാം ചെയ്യാൻ സാധിക്കും. A+ ഫുള്ള് വാങ്ങാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നതിലൂടെ അല്ലേ? ആ വചനം പറഞ്ഞിട്ട് തന്നെ പഠിക്കാറ്. ആണാ? ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ ബുക്കിൽ എന്താണ് ജോസഫിന്റെ സ്വപ്നം? ജോസഫെ അധ്യാപകനാകാനാണ്. അധ്യാപകൻ. ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്ന അധ്യാപകൻ? മലയാളം ഇഷ്ടം. മലയാളം കവിതകളൊക്കെ ഇഷ്ടമാണ്? കവിതകളൊന്നും വലിയ ഏത് കവിതകൾ ഇഷ്ടമല്ല? കഥ ഇഷ്ടമാണ്? കഥകൾ ഇഷ്ടമാണ്. ഓക്കെ, ആൻമരിയ പറ. ആൻമരിയ, ദൈവം ആൻമരിയക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് എന്നാ? കഥ പറയാൻ പറ്റും, കഥ പറയാൻ പഠിക്കാൻ പറ്റും. കഥ അറിയാമോ? ഏതെങ്കിലും കഥ? കുറെ വലിയ കഥയാണ്? അല്ല, ചെറിയ കഥയാണ്. ഒരു കഥ പറഞ്ഞു. മാന്യ സദസ്സിനെ എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആഗനസും ആപ്പിൾ കൂടയും. യുഗോസ്ലാവിയയിലെ ഒരു കൊച്ചു വീട്ടിൽ ആഗനസ് എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൾ അപ്പുറത്തെ വീട്ടിലെ ചീത്ത കുട്ടികളുമായിരുന്നു അവളുടെ കൂട്ടുകാർ. അന്ന് അമ്മ ഒരിക്കൽ പറഞ്ഞു, മോളെ, ഈ ആപ്പിൾ കൂടയിൽ കൊണ്ടുപോയിടും. അവൾ അമ്മ പറഞ്ഞതനുസരിച്ചു. കുറച്ചുനാളം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് അവൾ പറഞ്ഞു, അമ്മ അന്ന് തന്ന മറ്റാപ്പിളുകളെല്ലാം ചീത്തയാക്കിയിരിക്കുന്നു. അമ്മ പറഞ്ഞു, മോളെ, ഇതുപോലെ തന്നെയാണ് മറ്റുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന പിഴവുകൾ. പിന്നീട് അവൾ ജീവിക്കുന്ന വിശുദ്ധ എന്നറിയപ്പെടുന്ന മദർ തെരേസയായി മാറി. വെരി ഗുഡ്, വെരി ഗുഡ്. ചെറിയ സമയം കൊണ്ട് ഞാൻ നേരത്തെ ആരുടെ അടുത്താ പറഞ്ഞത്? പ്രസംഗം പറഞ്ഞ നമ്മളുടെ അല്ലേ അനീറ്റയുടെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പ്രസംഗം പറയുമ്പോൾ വെർബൽ നല്ല രസമായിട്ട് നമുക്ക് മോഡുലേഷൻ. നിങ്ങൾ രണ്ടുപേരെയും ഇപ്പോ ആൻമേരുടെയും മോഡുലേഷൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. കാണാനായിട്ട് കുറച്ചും കൂടെ കൈകളൊക്കെ ഉപയോഗിക്കണം. ആപ്പിൾ അതൊക്കെ പറയുമ്പോൾ ആപ്പിളിന്റെ ആക്ഷനൊക്കെ വേണം. അപ്പൊ കുറച്ചുകൂടെ ഭംഗിയാവും. ആരാകാനാണ്? ടീച്ചർ തന്നെ ആകാനാണ്. ഏത് സബ്ജക്ട്? സോഷ്യൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാകാൻ. വെരി ഗുഡ്. നിങ്ങളുടെ സ്വപ്നം ഈശോയ്ക്ക് കൊടുക്കുക. ഈശോ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ നടത്തി തരട്ടെ. വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പഠിക്കാം. ഏതാ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഈ വചനം നിങ്ങൾ അടുപ്പിക്കട്ടെ. ഈശോ നിങ്ങളെ കൊണ്ടുപോകട്ടെ. അടുത്ത ലെവലിലേക്ക് പോയാലോ? നമുക്ക് കൂടുതൽ പോയിന്റ്. നിങ്ങളിങ്ങനെ പോയിന്റുകൾ എല്ലാവരും നല്ലോണം പോയിന്റുകൾ നേടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത 5ാമത്തെയും 6ാമത്തെയും ലെവൽസ് വിൻ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും
എന്തായാലും ഈ എപ്പിസോഡ് വിജയിയായിട്ട് മാറുക. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. COFD ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. ലെവൽ 5 ഒരു പ്യൂരിഫിക്കേഷൻ റൗണ്ടാണ്. നമ്മളിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനത്തെയും പാപങ്ങളെയൊക്കെ നമ്മൾ ആ ബോള് അതിനെ റെപ്രസെന്റ് ചെയ്യണം. നമ്മളിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും പാപ സാഹചര്യങ്ങളും പാപങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോൾ എടുത്തിട്ട് ഇവിടെ കുത്തി ആ വെള്ളം നിറച്ചേക്കുന്ന ഗ്ലാസുകൾ കണ്ട 9 ഗ്ലാസുകൾ, ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമ്മുടെ പാപങ്ങളെല്ലാം ഒടിച്ചോടിച്ച് വെള്ളത്തിൽ ശുദ്ധീകരിക്കുന്നു. ഓക്കെ, റെഡിയാണോ? ഓക്കെ, എങ്കിൽ ടീം അംഗങ്ങൾക്ക് നമ്മളുടെ ഓരോ ബോക്സിന്റെ അടുത്തേക്ക് വരാം. ഓക്കെ, ഒരാൾക്ക് ട്രേയിൽ ബോൾ പിടിക്കാം, മറ്റേ ആള് കറക്റ്റായിട്ട് ബോൾ ത്രോ ചെയ്യാം. റെഡിയാണോ? നിങ്ങൾക്ക് ഇതിനായി ലഭിക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറ്റും. കമോൺ. ലക്ഷ്യം വിടല്ലേ നിങ്ങൾ, നേരത്തെ കറക്റ്റായിട്ട് ഇട്ടതാണ്. ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിയണ്ട നോക്കത്. എടാ ബോള് കറക്റ്റായിട്ട്. യെസ് കമോൺ. പറ്റും. യെസ്, കമോൺ ആൻമരിയ. യെസ് പറ്റും. ഓ, ഓക്കെ. എങ്ങനെയുണ്ട് ഗെയിം? എങ്ങനെയുണ്ട്? നല്ല ഗെയിമായിരുന്നു, പക്ഷെ ഇടാൻ പറ്റിയില്ല അല്ലേ? നോ പ്രോബ്ലം, നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവാം. ഈസി അല്ല അല്ലേ? ജെസ്സി ഇട്ട് ലാസ്റ്റത്തെ ബോൾ ഇവിടെ വന്ന് വീഴണ്ടായിരുന്നു, അവിടെ ബോൾ ഇട്ട്. എന്തായാലും ടീം എ എറിഞ്ഞ ആൻസലിനെറിഞ്ഞ മഞ്ഞ ബോളും ടീം ബിയിൽ ജെസ്സി എറിഞ്ഞ ഓറഞ്ച് ബോളും വീണിട്ടുണ്ട്. എന്തായാലും രസമുള്ള കളിയായിരുന്നു അല്ലേ? നമ്മളെ തന്നെ, നമ്മളുടെ ഹൃദയത്തെ മഞ്ഞിനേക്കാൾ നിർമ്മലമാക്കി അല്ലേ? മഞ്ഞിനേക്കാൾ വെളുത്ത നിർമ്മലമാക്കി മാറ്റാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു അത്. നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റി എടുത്തെറിഞ്ഞു കളഞ്ഞ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ. ഓക്കെ, അതില് ഈ ഗെയിമില് ടീം എയും ടീം ബിയുമാണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. രസകരമായി ഈ കളി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റാണ് കിട്ടുന്നത്? 130. യെസ്, ടീം എക്കും ടീം ബിക്കും ഈ ലെവൽ 5 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 130 പോയിന്റ്സ് ആണ്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. ഇനി നമുക്ക് നമ്മുടെ ഈ ഗെയിമില് ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലാണ് നമുക്ക് ബാക്കിയുള്ളത് അല്ലേ? ഈ അവസാനത്തെ ലെവൽ വിൻ ചെയ്ത് എത്ര പോയിന്റ് കിട്ടും? 150 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. 150 പോയിന്റ്സ് ആണ്, 150 പോയിന്റ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇതുവരെ നമ്മുടെ ടീം അംഗങ്ങൾക്ക് 5 ലെവൽ കഴിയുമ്പോൾ നമ്മുടെ ടീം അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്നും വന്നിട്ടുള്ള ആൻസലിൻ PJയും ജിൽന ജിൻസനും അടങ്ങിയിട്ടുള്ള ടീം എക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ് എത്രയാണ്? 220 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്രേറ്റ്, സൂപ്പർ. കാസർഗോഡ് കാഞ്ഞിരടക്കം
സെന്റ് ജോർജ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെസി ജോസും അനീറ്റ മരിയ ജോർജും അടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിക്കുന്നത് എത്ര പോയിന്റാണ്? 310 പോയിന്റ്സ് ആണ് കിട്ടിയിരുന്നത്. ഗ്രേറ്റ്. മറ്റം സെന്റ് തോമസ് ഫൊറോന ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ആൻ മേരി ജോഷിയും ജോസഫ് ജോഷിയും അടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 180 പോയിന്റ്സ് ആണ്. 180 പോയിന്റ്സ്. ഓക്കെ, എനിവേ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ എന്തായാലും ആരാണോ അടുത്ത ലാസ്റ്റ് ലെവലിൽ വിൻ ചെയ്യുന്നത് അവരായിരിക്കും ഈ എപ്പിസോഡ് വിജയി. സോ നമുക്ക് എല്ലാവർക്കും അതേ സ്പിരിറ്റോടുകൂടി നല്ല സ്മാർട്ടായിട്ട് അവസാനത്തെ ഗെയിം കളിക്കാം. ആർ യു റെഡി? യെസ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 6. ലെവൽ 6 ഒരു എലിമിനേഷൻ റൗണ്ടാണ്. നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങളിലുള്ള അസൂയ, വെറുപ്പ്, അലസത, വിദ്വേഷം തുടങ്ങിയ എല്ലാ തിന്മയുടെ ഓരോ അവസ്ഥകളെ നമ്മൾ എടുത്ത് ദൂരെ എറിയുന്ന ഒരു കളിയാണ്. ഇത് 4 ഗ്ലാസ് നിങ്ങൾക്കുണ്ട് തന്നിട്ടുണ്ട്. ഈ 4 ഗ്ലാസ് നിരത്തി വെച്ചിട്ട് ഒരു ഗ്ലാസ് അവിടെ നിന്ന് പതുക്കെ നീക്കി ആ ഗ്ലാസ്സിലൂടെ മറ്റ് 3 ഗ്ലാസുകൾ മുട്ടി ഏറ്റവും അവസാനത്തെ വീഴുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അവസാനത്തെ ഗ്ലാസ് നിരത്ത് വീഴണം, ഈ ബക്കറ്റിൽ വീഴണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനുള്ള സമയം 1.5 മിനിറ്റാണ്. നിങ്ങൾ റെഡിയാണോ? യെസ്. നിങ്ങൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Dinner don't touch. Wow! First team. Try. 52 സെക്കൻഡ് കൂടെ ഉണ്ട്. ശ്രമിക്കേ. Come on. Wow! Very good. And അത് കറക്റ്റ് ആയിട്ട് വെക്ക്. കറക്റ്റ് ഗ്യാപ്പിൽ വെക്ക്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ഈ ഗെയിം വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമായിരുന്നു അല്ലെ? കറക്റ്റ് അളവ്, ഗ്യാപ്പ്. കറക്റ്റ് ഗ്യാപ്പ് വേണം. കറക്റ്റ് ഗ്യാപ്പിൽ വേണം കളിക്കാനായിട്ട്. ഒരെണ്ണം നീക്കിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് കറക്റ്റ് ഗ്യാപ്പിൽ അടുത്തേൽ കൊള്ളും. അത് കറക്റ്റായിട്ട് ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കറങ്ങി അടുത്തേൽ കൊള്ളും. അതിനെ കറക്റ്റായിട്ട് ഗ്യാപ്പിൽ അടുത്ത് കൊള്ളും. കറക്റ്റായിട്ട് വീഴുകയും ചെയ്യും. ഇതേ ഇവരും ചെയ്തു. നോ പ്രോബ്ലം. എനിവേ, നമ്മളുടെ അവസാനത്തെ ലെവൽ, ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലും അവസാനിച്ചിരിക്കുകയാണ്. ഈ ലെവൽ അവസാനിക്കുമ്പോൾ ടീം എയും ടീം ബിയുമാണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. അപ്പോൾ ടീം എക്കും ടീം ബിക്കും എത്ര പോയിന്റാണ് കിട്ടിയിരിക്കുന്നത് അവസാനത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ? 150 പോയിന്റ്സ് ആണ് അവസാനത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം എക്കും ടീം ബിക്കും ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്നുള്ള ആൻസലിൻ PJ ആൻഡ് ജിൽന ജിൻസൺ എന്നിവരടങ്ങിയിട്ടുള്ള ടീം എക്ക് 370 പോയിന്റ്സും, കാസർഗോഡ് കാഞ്ഞിരടുക്കം സെന്റ് ജോർജ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെസി ജോസ് ആൻഡ് അനീറ്റ മരിയ ജോർജ് എന്നിവരടങ്ങിയിട്ടുള്ള ടീം ബിക്ക് 460 പോയിന്റ്സും, മറ്റം തൃശൂർ സെന്റ് തോമസ് ഫൊറോന ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ആൻ മരിയ ജോഷി ആൻഡ് ജോസഫ് ജോഷി എന്നിവരടങ്ങിയിട്ടുള്ള ടീം സിക്ക്
180 പോയിന്റ്സുമാണ് ലഭിച്ചിരിക്കുന്നത്. സോ കാസർഗോഡ് കാഞ്ഞിരടുക്കം സെന്റ് ജോർജ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെസ്സി ആൻഡ് അനീറ്റ എന്നിവരടങ്ങിയിട്ടുള്ള ടീം ബിക്ക് 460 പോയിന്റോടെ നമ്മുടെ ഈ എപ്പിസോഡ് വിൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. തിയോഫനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9741555533. Pilgrimage conducted by You Smart Travel, Ernakulam. വിജയികൾക്കായിട്ടുള്ള ട്രോഫിയുണ്ട്. തിയോഫനി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡ്, മനോഹരമായ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തിയോഫനി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. പുതിയ കളിക്കാരും പുതിയ കളികളുമായി അടുത്ത ആഴ്ച ഇതേ സമയം ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. പന്നി തിന്നുന്ന തവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു.